തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയോഗിച്ചുള്ള ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. ബോർഡിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കെ ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡിലെ പുതിയ പ്രതിനിധിയെ തീരുമാനിക്കാൻ CPI-യിൽ ചർച്ച തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019-ലെയും ഇപ്പോഴത്തെയും ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി സംശയിച്ചത് സർക്കാരിനും മുന്നണിക്കും തലവേദനയായിരുന്നു. ഏതു നിമിഷവും SIT മുൻ ദേവസ്വം ഭാരവാഹികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തേക്കാം. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ TK ദേവകുമാർ, A സമ്പത്ത് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നെങ്കിലും അത് വേണ്ടെന്ന് CPM തീരുമാനിച്ചു. നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി പ്രതിനിധി വരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന് സർക്കാരും വിലയിരുത്തുന്നു. ഇതോടെയാണ് കെ ജയകുമാറിൽ ഉറപ്പിച്ചത്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ച് ഉടൻ ഉത്തരവിറങ്ങും. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായും ഹൈക്കോടതി നിയമിച്ച ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായും കെ ജയകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. അത് ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമുള്ളത്. പിന്നെ തിങ്കളാഴ്ച മറ്റേ ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ബോർഡിലെ സാമുദായിക സമവാക്യം പാലിക്കുന്നതിനു വേണ്ടിയാണ് വിളപ്പിൽ രാധാകൃഷ്ണന് പകരം പുതിയ പേര് CPI പരിഗണിക്കുന്നത്. ഒഴിവാക്കേണ്ടി വരുമെന്ന് വിളപ്പിൽ രാധാകൃഷ്ണനെ ഇന്നലെ CPI നേതൃത്വം അറിയിച്ചിരുന്നു. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തെയാകും CPI തീരുമാനിക്കുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.